തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത, തൃശ്ശൂരിൽ അമ്മയ്ക്ക് മകന്റെ ക്രൂരമർദ്ദനം. മദ്യലഹരിയിലാണ് മകൻ അമ്മയെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ്. 70 വയസ്സുകാരിയായ ശാന്തയാണ് മകന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ ലഹരിയുടെ പ്രഭാവത്തിലും അല്ലാതെയും മാതാപിതാക്കളെ തന്നെ ആക്രമിക്കുന്ന വാർത്തകളാണ് നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിലേക്ക് ഇന്ന് ഒരെണ്ണം കൂടി വന്നിരിക്കുകയാണ്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ഈ അമ്മയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടോ? അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? അതുപോലെ തന്നെ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? മുതലായ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അതിന്റെ തീർച്ചയായും ഏറെ സങ്കടപ്പെടുത്തുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ ചേലക്കര ദേശമംഗലം പഞ്ചായത്തിൽ നിന്ന് വരുന്നത്. ദേശമംഗലം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് കൊണ്ടയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ മകൻ അമ്മയെ അടിച്ച് പരിക്കേൽപ്പിച്ചത്. 70 വയസ്സുള്ള പതിപ്പറമ്പിൽ വീട്ടിൽ ശാന്തയ്ക്കാണ് മകന്റെ ക്രൂരമർദ്ദനത്തിൽ സാരമായി പരിക്കേറ്റത്. കൊന്ന വടി കൊണ്ടാണ് അമ്മയെ മകൻ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. ഈ മകൻ നിരന്തരം മദ്യപാന ശീലമുള്ള ഒരാളാണ്. മദ്യപിച്ച് വീട്ടിലെത്തിയാൽ ഇത്തരത്തിൽ സ്ഥിരമായി അമ്മയെ മർദ്ദിക്കുന്ന ഉപദ്രവിക്കുന്ന ഒരാൾ കൂടി എന്നാണ് പറയുന്നത്. മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മകൻ സുരേഷ് 2 വർഷം മുൻപ് സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ കൊലപ്പെടുത്തിയ ഒരു കൊലക്കേസ് പ്രതി കൂടിയാണ്. ആ കേസിൽ ജാമ്യം കഴിഞ്ഞു വരികയായിരുന്നു. ഈ വീട്ടിൽ ആ ഒറ്റപ്പെട്ട ആ പുഴയോട് ചേർന്നുള്ള ഒരു വീട്ടിൽ ഈ അമ്മയും മകനും മാത്രമാണ് താമസിക്കുന്നത്. മകൻ ദിവസവും മദ്യപിച്ച് വീട്ടിലേക്ക് എത്തും, അമ്മയെ മർദ്ദിക്കും, ഉപദ്രവിക്കും എന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത്. അമ്മയെ ക്രൂരമായി മർദ്ദിച്ച് രാത്രിയിൽ ആരും ഈ വിവരം പുറത്തറിഞ്ഞില്ല. രാവിലെ ഗ്യാസ് സിലിണ്ടർ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്ന തൊഴിലാളികളാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റ് അവശയായി കിടക്കുന്ന ഈ ശാന്തയെ കണ്ടെത്തിയത്. ഉടൻ അവർ ചെറുതുരുത്തി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാരും ഉൾപ്പെടെ അപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഇന്ന് രാവിലെ തന്നെയാണ് ചെറുതുരുത്തി പോലീസ് നാട്ടുകാരും ഒക്കെ ഈ വിവരം അറിയുന്നത്. ഉടൻ ശാന്തയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നിലവിൽ ശാന്ത തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രക്തം അല്പം വാർന്നു പോയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം രാത്രി മുതൽ രാവിലെ വരെ തന്നെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ക്രൂര മർദ്ദനമേറ്റത് കൊണ്ട് തന്നെ രക്തം വാർന്നു പോയൊരു സ്ഥിതിയിലാണ് ഈ ശാന്തയെ അയൽവാസികൾ ഉൾപ്പെടെ കണ്ടെത്തുന്നത്. എന്തായാലും എക്സ്റേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി എടുക്കേണ്ടതുണ്ട്. എല്ലിന് കാര്യമായി പൊട്ടലുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ക്രൂര മർദ്ദനത്തിന് തന്നെയാണ് 70 വയസ്സുള്ള വയോധിക ഇരയായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിൽ മകൻ സുരേഷിനെ ഇപ്പോൾ ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലുണ്ട്. ഈ അമ്മയുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ചെറുതുരുത്തി പോലീസ് കടന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലെത്തി അമ്മയുടെ മൊഴി രേഖപ്പെടുത്തും, ശാന്തയുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ഈ സുരേഷിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് ചെറുതുരുത്തി പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതില്ല.